സ്റ്റാൻഡേർഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആദ്യം ഡിസ്കസ് ചെയ്തു. അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് എന്നുള്ള മീനിങ് ഉണ്ട് അല്ലേ. എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. എക്സാമ്പിൾ, റോളിംഗ് എ ഡൈ ആൻഡ് ചെക്ക് ദ ഔട്ട്കം ഐദർ ദ നമ്പേഴ്സ് ഷോൺ ഈസ് 3 ഓർ അതേഴ്സ്. അപ്പോൾ ഡൈ റോൾ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കം 3 ആണോ അതോ വേറെ ഏതെങ്കിലും ആണോ കിട്ടിയത്. വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം, 1, 2, 4, 5, 6 ഇതിലേതെങ്കിലും ആണോ വരുന്നത് അതോ 3 ആണോ നോക്കാം. 3 എന്നുള്ളതാണ് നമുക്ക് ഫേവറായിട്ട് എടുക്കുന്നത്. അപ്പോൾ 3 എന്നുള്ള ഔട്ട്കത്തിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 എന്നുള്ള ഔട്ട്കത്തിന് നമ്മൾ സക്സസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഫെയിലിയർ. അപ്പോൾ അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് 3 ഈസ് 1/6. അപ്പോൾ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിയോ 3 അല്ലാതെ വേറെ ഏത് കിട്ടിയാലും ഫെയിലിയറാണ്. അപ്പോൾ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, അങ്ങനെ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. അപ്പോൾ ബാക്കിയെല്ലാം കൂടി ചേർത്തിട്ട് 5/6. അപ്പോൾ Q is equal to 5/6. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഈസ് 5/6 എന്നെടുത്തു. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ടോസിങ് ഓഫ് എ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കമാണ് കിട്ടുക അല്ലേ. ആകെ 2 ഉള്ളൂ, പിന്നെ 2 തിരിക്കേണ്ട ആവശ്യമില്ല, ഹെഡും ടെയിലും. അപ്പോൾ നമ്മൾ സക്സസ് ഹെഡായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇസ് ഈക്വൽ ടു 1/2. അതുപോലെ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി രണ്ടും 1/2 തന്നെ. നേരത്തെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഈസ് 1/6, അതാണ് സക്സസ് ആയിട്ട് എടുത്തത്. ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി 5/6 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. P+Q is equal to 1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഔട്ട്കത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണ്. അതായത് ഒന്നാമത്തേത് സക്സസും രണ്ടാമത്തേത് ഫെയിലിയറും. സക്സസിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്യും, അതേപോലെ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റീനെ Q എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള എക്സ്പെരിമെൻറ്റിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് സക്സസസിനെ ഒബ്സർവ് ചെയ്യുന്നതാണ് ബൈനോമിയൽ distribution. Probability of x equal to x, the distribution of x, where x is equal to number of successes in n trials. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്ത്, നമ്പർ ഓഫ് സക്സസസ് ഇൻ n ട്രയൽസ്. അപ്പോൾ ഒരു ട്രയലിൽ സക്സസ്സും ഫെയിലിയറും വരുന്നു. അങ്ങനെയുള്ള ആ ഒരു ട്രയൽസിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ സപ്പോസ് ദർ ഒക്കേഴ്സ് x നമ്പർ ഓഫ് സക്സസസ് ആൻഡ് റിമൈനിങ് ആർ ഫെയിലിയർ. അപ്പോൾ തന്നിരിക്കുന്ന അതിന് ആകെ n ട്രയൽസ് ഉണ്ട്, അതിൽ x സക്സസസ് ഉണ്ടാവാം, ബാക്കിയുള്ളതെല്ലാം ഫെയിലിയർ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എക്സും n-6 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ n അല്ലേ. ഇനി ഈ എക്സ് സക്സസസ് എങ്ങനെയൊക്കെ വരാം, ആദ്യം ഒരു സക്സസ്, പിന്നെ ഫെയിലിയർ വന്നിട്ട് പിന്നെ അടുത്ത സക്സസ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിന് n ട്രയൽസിൽ ഏതെങ്കിലുമൊക്കെ എക്സ് സക്സസസ് വന്നാൽ മതി. അതെങ്ങനെ വേണമെങ്കിൽ NCX വേസിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാം അല്ലേ. NCX വേസിൽ അറേഞ്ച് ചെയ്യാം, അതാണ് കോമ്പിനേഷൻ. അപ്പോൾ എക്സ് സക്സസും n-x ഫെയിലിയേഴ്സും. അപ്പോൾ ഈ എക്സ് സക്സസസ് എവിടെയൊക്കെ വരാം, ഫസ്റ്റ് ഫുള്ള് സക്സസ് ആവാം, പിന്നെ ബാക്കിയെല്ലാം ഫെയിലിയർ ആവാം, അല്ല ഓരോന്ന് ഇടവിട്ടിട്ടാവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ എത്ര ട്രയൽസ് ഉണ്ട്, NCX പോസിബിൾ വേസ് ഉണ്ട് അല്ലേ, NCX മ്യൂച്വലി എക്സ്ക്ലൂസീവ് വേസ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു x, ദാറ്റ് ഈസ് NCX P⁻x Q⁻n-x. അതെങ്ങനെയാണ് P⁻x എങ്ങനെയാണ് വന്നത്, അതായത് ഒരു സക്സസിൻ്റെ പ്രോബബിലിറ്റി P, അങ്ങനെ എക്സ് സക്സസസ് വരാൻ P × എക്സെട്ര x ടൈംസ്, അപ്പോൾ P⁻x. ഇനി ഫെയിലിയർ n-x അല്ലേ, n-x ഫെയിലിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി Q ആണ്. അപ്പോൾ Q × എക്സെട്ര, അങ്ങനെ n-x Qs. അപ്പോൾ Q⁻n-x.
അതാണ് സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും പ്രോബിലിറ്റി. എക്സ് സക്സസ്സും എക്സ് ഫെയിലിയറും ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഇൻ എൻ ട്രയൽസ് അല്ലേ. അപ്പോൾ ഈ എക്സ് സക്സസസ് എങ്ങനെയൊക്കെ സംഭവിക്കാം? NCX വേസിൽ സംഭവിക്കാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോബിലിറ്റി x ഈക്വൽ ടു എക്സ് ഈസ് NCX p⁻x q⁻n−x ആൻഡ് x can takes values 0, 1, 2 etc. n. എക്സ് സക്സസസ് എന്ന് പറഞ്ഞാൽ എന്താവാം? 0 സക്സസസ് ആവാം, അല്ലെങ്കിൽ ഒരു സക്സസ് മാത്രം ആവാം. അങ്ങനെ ആകെ n ട്രയൽസ് അല്ലേ ഉള്ളത്, എല്ലാം സക്സസ് ആവാം. അതാണ് 0, 1, 2 etc. n. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3 etc. n. പ്രോബിലിറ്റി x ഈക്വൽ ടു എക്സ് ഈസ് NCX p⁻x q⁻n−x. അപ്പോൾ ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഇത് p+q⁴n എക്സ്പാൻഷൻ ഒന്ന് നോക്കി നോക്കൂ. അതിൻ്റെ എക്സ്പാൻഷനിൽ ഉള്ള ടേംസാണ് ഈ NCX p⁻x q⁻n−x എന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ പേര്. ദ പ്രോബിലിറ്റീസ് ആർ succession of the terms of expansion of binomial expansion p+q⁴n. അതിലത്തെ എക്സ്പാൻഷൻ്റെ ടേംസ് ആയതുകൊണ്ടാണ് നമുക്കതിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പേര് വരുന്നത്. ഇനി എന്തൊക്കെ, അപ്പോൾ നമ്മൾ 2 കേസ് പറഞ്ഞു അല്ലേ. അങ്ങനത്തെ ഇനിയും കേസസ് ഉണ്ട്. 2 കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡൈ റോൾ ചെയ്യുന്ന കേസ് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തത് എന്താ പറഞ്ഞത്, ഗെറ്റിംഗ് 3 is a success and remaining is a failure. അതേപോലത്തെ നമ്മളുടെ ഡെയിലി ലൈഫിൽ വരാവുന്ന പല പല എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും, റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. അതിൽ ഡിഫറെൻറ്റ് കേസസ് ടെക്സ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. കേസ് C ഒന്ന് നോക്കൂ. എ മെഡിക്കൽ റിസർച്ചർ ട്രൈസ് എ ന്യൂ ഡ്രഗ് ഓൺ നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് വിഷസ് ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ഇറ്റ് പ്രൊവൈഡ്സ് സം ഡിഗ്രി ഓഫ് റിലീഫ്. ഒരു മെഡിസിൻ പേഷ്യൻറ്റിന് കൊടുക്കുകയാണ്. അത് ഡിഗ്രി ഓഫ് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സക്സസ് എന്ന് കൊടുക്കുന്നു. ഫെയിലിയർ ആണെങ്കിൽ അതിനെ റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഫെയിലിയർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ സക്സസിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സക്സസിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ P ആൻഡ് ഫെയിലിയറിൻ്റെ നോട്ട് റിലീഫ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Q. അപ്പോൾ ഒരു 100 പേഷ്യൻറ്റിൽ എത്ര സക്സസ് ഉണ്ടായി എത്ര ഫെയിലിയർ ഉണ്ടായി നമുക്കവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിൻ്റെ നമ്പർ എക്സ് സക്സസസ് ആൻഡ് -x failures, 100 - x failures. This can happen in 100 CX ways. അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ കേസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് വായിച്ചോളൂ. നോട്ടിൽ എഴുതാൻ ഇത്രേ ആവശ്യമുള്ളൂ. ഇവിടെ ഞാൻ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് എഴുതിക്കോ. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കി. അതേപോലെ തന്നെയാണ് പല യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്തത്. അതേപോലെ ഇനിയും പല ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ: എ റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻഡ് ടു ഹാവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദ പ്രോബിലിറ്റി ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് given by f of x equal to NCX p⁻x q⁻n−x. NCX ആണ് കേട്ടോ. NCX p⁻x q⁻n−x and x takes values 0, 1, 2, 3 etc. n. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 ഫെയിലിയർ ആവുക, അതാണ് x ഈക്വൽ ടു 0. അപ്പോൾ എല്ലാം 0 സക്സസ് ആവാം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസസ് ആണ്. 0 സക്സസ് ആവാം, അതായത് ബാക്കി എല്ലാം ഫെയിലിയർ ആവാം, എന്നും ഫെയിലിയർ ആവാം, അതാണ് 0 സക്സസസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് 1 സക്സസസ് ആൻഡ് റിമൈനിങ് ആർ ഫെയിലിയർ. അങ്ങനെ എക്സിന് ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എക്സിന് എടുക്കാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എന്തൊക്കെയാണ്? 0 to n, ദാറ്റ് ഈസ് n+1 വാല്യൂസ് ആർ ഇത്. n വരെയുള്ളൂ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിൻ്റെ വാല്യൂസ് കേട്ടോ, ശ്രദ്ധിക്കണം. ആൻഡ് p+q is equal to 1. ഓൾസോ 0 less than p less than 1. P is a probability അല്ലേ. അപ്പോൾ 0 less than p less than 1. And we can denote it as x follows binomial distribution. അപ്പോൾ ഇങ്ങനെ
ഇങ്ങനെ ഇത് എഴുതിയിരിക്കുന്നത് വായിക്കേണ്ടത് എക്സ് ഫോളോസ് റാൻഡം വേരിയബിൾ എക്സ് ക്യാപിറ്റൽ എക്സ് ആണ്. എക്സ് ഫോളോസ് ബൈനോമിയൽ വിത്ത് എൻ പി. എൻ ആൻഡ് പി ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. കാരണം പി പ്ലസ് ക്യൂ is equal to 1 ആണ്. അപ്പോൾ ക്യൂ is equal to 1 മൈനസ് പി ആണ്. ഓർ ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ബി എക്സ് ഇൻ പി. ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഫസ്റ്റ് വണ്ണാണ് കാണിക്കുക. എക്സ് ഫോളോസ് ബൈനോമിയൽ വിത്ത് എൻ ആൻഡ് പി. ഇൻ പി ആർ പാരാമീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റീസ് ആർ സക്സഷൻ വാല്യൂസ് ഓഫ് പി പ്ലസ് ക്യൂ ദ ഹോൾ റേസ് ടു എൻ. അപ്പോൾ അതുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേര് വന്നത്. ഇനി നമുക്ക് മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം, വേരിയൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ്സിൽ ഫസ്റ്റ് വൺ ഈസ് മീൻ. മീൻ ഈസ് calculated by expectation of x. Expectation of x is equal to summation over x into f of x. f of x ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ടാണ് സമ്മേഷൻ. എക്സിൻ്റെ വാല്യൂ 0, 1, എക്സെട്ര n. അപ്പോൾ കൗണ്ടബിൾ ആണ്, ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി എക്സിൻ്റെ റേഞ്ച് ഇട്ട് കൊടുക്കുക 0 to n. എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ് പി റേസ് ടു സ്മോൾ എക്സ്. ഇനി നമ്മൾ അപ്പോൾ എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്തു. എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് താഴെ എഴുതിൻ്റെ എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇനി ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ, എക്സ് ഇൻറ്റു എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ അവിടെ ഒരു എക്സും ഈ എക്സ് ഫാക്ടോറിയലത്തെ എക്സും കൂടെ ക്യാൻസലാവും. ബാക്കിയുള്ളത് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ്. എക്സും എക്സും ക്യാൻസലായി, ബാക്കിയുള്ളത് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി നമ്മൾ ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിലെ ടേം തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എൻ പുറത്തെടുത്തു, അതുപോലെ തന്നെ പിയും പുറത്തെടുത്തു. അപ്പോൾ എന്താവും എൻ പി ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇങ്ങനെ പുറത്തെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബൈനോമിയൽ എക്സ്പാൻഷനിലത്തെ ഒരു ടേം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ടേംസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ടേമായി മാറും. അപ്പോൾ ഇനി അതിന് സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 0 to n. എക്സ് ഈക്വൽ ടു 0 to n വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കൂ. ഇവിടെ ഫസ്റ്റ് ഇതെന്താ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അതെന്താണ്? നേരത്തെ നമ്മൾ എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞിട്ട് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് എൻ മൈനസ് 1 സി എക്സ് മൈനസ് 1 ആയിരിക്കും. അതായത് എൻ മൈനസ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം, എൻ മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 കൊടുക്കാം. അപ്പോൾ ഇത് എൻ മൈനസ് 1 സി എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്നാവും. ഇനി അപ്പോൾ therefore we get np into summation x equal to 0 to n minus 1 c x minus 1 p raised to x minus 1 into q raised to n minus x നെ നമ്മൾ ഇങ്ങനെ എഴുതി n minus 1 minus x minus 1. അപ്പോൾ 1 1 അവിടെ ക്യാൻസലായി പോകും അല്ലേ. മൈനസ് എക്സിനെ n minus 1 minus x minus 1 that is n minus x. അപ്പോൾ ഇതിപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷണൽ ടേമാണ്. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to n minus 1 c x minus 1 p raised to x minus 1 q raised to n minus 1 c minus x minus 1 is equal to p plus q the whole raised to n minus 1. പുറത്ത് എൻ പി ഉണ്ട്. അപ്പോൾ പി പ്ലസ് ക്യൂ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു എൻ പി. അതേപോലെ വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ എന്ത് എഴുതാം,
എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് കൊടുക്കാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാനായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ കാണാം. കാരണം ഈ ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഉള്ള ടേംസ് ആയിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ് എക്സ് കട്ട് ചെയ്തിട്ട് എൻ മൈനസ് വൺ സി എക്സ് മൈനസ് വൺ എഴുതി. അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ കട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യൂ. അതാണ് കംപ്ലീറ്റ് എഴുതിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് അത്രയും മതി. ബാക്കി അടുത്ത ദിവസം എഴുതി വിടാം.